ഇയ്യോബ് അധ്യായം 30. ഇപ്പോഴോ എന്നിൽ പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെയാക്കുവാൻ പോലും ഞാൻ നിരസിച്ചിരുന്നു. അവരുടെ ഭുജബലം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവരുടെ ശക്തി നശിച്ചു പോയല്ലോ. ശക്തരായ പ്രവാഹം കൊണ്ട് അവർ ക്ഷീണിച്ചിരിക്കുന്നു. ശൂന്യത്തിൻ്റെയും നിർജ്ജനദേശത്തിൻ്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലത്ത് കഴിച്ചു കൂട്ടുന്നു. പാറപ്പിളർപ്പുകളിൽ അവർ പാർക്കേണ്ടി വരുന്നു. മൺകുടിലുകളിലും പാറയുടെ ഗഹ്വരങ്ങളിലും തന്നെ ദോഷന്മാരുടെ മക്കൾ നീചന്മാരുടെ മക്കളോടൊപ്പം മറച്ച് ഇടപെടും. അവർ ദേശത്ത് താഴ്ത്തപ്പെടും. ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായി തീർന്നു, അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ വെറുത്ത് അകന്നു നിൽക്കുന്നു, എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവർ എന്നെ അടിച്ചു, എന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എൻ്റെ വായിൽ കടിഞ്ഞാനിട്ടിരിക്കുന്നു. എൻ്റെ വലത്ത് ഭാഗത്ത് അവർ എഴുന്നേറ്റു, എൻ്റെ കാൽ ബന്ധിച്ചു. അവരുടെ മാർഗങ്ങളിൽ എന്നെ ബന്ധിച്ചു. എനിക്ക് സംഭവിച്ചവയിൽ അവർ സന്തോഷിച്ചു. അവർക്കോ തുണയില്ല. വിസ്താരമുള്ള പിളർപ്പിൽ കൂടി എന്ന പോലെ അവർ ആക്രമിച്ചു വരുന്നു. കൊടുങ്കാറ്റിൻ കീഴിൽ അവർ തകരും. അവർ ഭീതി എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നു. കാറ്റുപോലെ എൻ്റെ പാതകളെ പിന്തുടർന്നു. എൻ്റെ രക്ഷ മേഘം പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. കഷ്ടകാലം എന്നെ വളഞ്ഞിരിക്കുന്നു. രാത്രിയിൽ എൻ്റെ അസ്ഥികൾ എൻ്റെ മേൽഭാരമായിരിക്കുന്നു. എൻ്റെ ശരീരം ദുർബലമായി. ഞാൻ എൻ്റെ വസ്ത്രം ധരിച്ചു, അങ്കിയുടെ മേൽ ഞാൻ അരകെട്ടി. അവൻ എന്നെ ചെളിയിലിട്ടിരിക്കുന്നു. ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു, നീ ഉത്തരം അരുളുകയില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നീ എന്നെ തുറിച്ചു നോക്കുന്നു. നീ എന്നെ നിനക്ക് ശത്രുവാക്കിയിരിക്കുന്നു. നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ ബന്ധിക്കുന്നു. നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു. നീ എന്നെ താഴ്ത്തി ദുരിതപൂർണനാക്കിയിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവനുള്ളവരുടെ നിശ്ചിത സ്ഥലത്തേക്ക് എന്നെ തിരികെ വരുത്തും എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും വീഴുമ്പോൾ അവൻ എനിക്ക് കൈനീട്ടുകയില്ലയോ? അവനോട് ഞാൻ നിലവിളിക്കുമ്പോൾ അവൻ എന്നെ രക്ഷിക്കും. കഷ്ടകാലം വന്നവനു വേണ്ടി പകൽ നേരത്ത് ഞാൻ കരഞ്ഞു. എളിയവനെ പ്രതി എൻ്റെ മനസ്സ് വ്യസനിച്ചു. ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നു, വന്നത് തിന്മയായിരുന്നു. വെളിച്ചത്തിനായി ഞാൻ കാത്തിരുന്നപ്പോൾ അന്ധകാരവും വന്നു. എൻ്റെ അന്തരംഗം ഇളകുന്നു. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ ദുഃഖിതനായി കോപം കൂടാതെ നടക്കുന്നു. ഞാൻ സഭയിൽ എഴുന്നേറ്റു നിലവിളിക്കുന്നു. ഞാൻ കുറുനരികൾക്ക് സഹോദരനൊട്ടകപ്പക്ഷികൾക്ക് കൂട്ടുകാരനുമായിരിക്കുന്നു. എൻ്റെ ത്വക്ക് കറുത്തു പൊളിഞ്ഞു വീഴുന്നു. എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ ഗാനം കരച്ചിലായും തീർന്നിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.